ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവർക്ക് ഒരു സുപ്രധാന വാർത്ത എന്താണെന്നല്ലേ? അപേക്ഷകരുടെ എണ്ണം വന്നിരിക്കുന്നു. ജനുവരി 29-നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിയുന്നത്. അപ്പോ അപേക്ഷകരുടെ എണ്ണവും ഇന്നലെ വന്നിരിക്കുകയാണ്. അപ്പൊ എത്ര അപേക്ഷകർ ഓരോ ജില്ലയിലും വന്നിട്ടുണ്ട്, നിങ്ങൾ അപേക്ഷിച്ച ജില്ലയിൽ എത്ര പേർ നിങ്ങളോടൊപ്പം മത്സരിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വർധനവ് അപേക്ഷകരുടെ എണ്ണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം കടുത്തതാകും മത്സരം എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. എത്രത്തോളം ക്രമീകൃതമാക്കണം, എത്രത്തോളം ചിട്ടപ്പെടുത്തണം നമ്മളുടെ പഠന രീതി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ പരീക്ഷകളുടെയും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, വിവിധ ഫോഴ്സ് പരീക്ഷകൾ, ഇതിന്റെയൊക്കെ എസ് ഐ പരീക്ഷ ഇതിന്റെയൊക്കെ അപേക്ഷകരുടെ എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ വിവിധ വീഡിയോകളിലൂടെ അത് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, ഓരോ ജില്ലയിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ജില്ലയിലും എത്ര അപേക്ഷകർ ഉണ്ട് എന്ന് നോക്കാൻ പോവുകയാണ്. നോക്കിക്കേ, ഇവിടെ ഒരു ടേബിളിൽ നമ്മൾ ജില്ലയും അപേക്ഷകരുടെ എണ്ണവും തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം 87,496 87,496 അപേക്ഷകരാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 51,618 അപേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയുടെ കേസ് നോക്കുകയാണെങ്കിൽ 17,846 അപേക്ഷകരുടെ എണ്ണം. ആലപ്പുഴ ജില്ലയിൽ 35,646 അപേക്ഷകർ, 30,000 ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ 25,000-ൽ താഴെ മാത്രമാണ് അപേക്ഷകരുടെ എണ്ണം. 23,715 അപേക്ഷകരാണ് കോട്ടയം ജില്ലയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായി ഉള്ളത്. ഇടുക്കിയിൽ 16,752 പേരും എറണാകുളത്ത് 42,715 പേരും അപേക്ഷിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 34,174 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. പാലക്കാട് ജില്ലയിൽ 49,240 അപേക്ഷകരാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 46,789 അപേക്ഷകർ ഉണ്ടെന്ന് കാണാം. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 53,962 അപേക്ഷകരുണ്ട്. വയനാട് സാധാരണ എല്ലാ പരീക്ഷകളും എന്നതുപോലെ തന്നെ ഇടുക്കി, വയനാടൊക്കെ കുറവാണ്. 15,200 പേരാണ് വയനാട് ജില്ലയിലുള്ളത്. കണ്ണൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ 34,244 പേർ അപേക്ഷിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 17,877 പേരാണ് അപേക്ഷകരുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, വയനാട്, അതേപോലെ തന്നെ നമ്മുടെ ഇടുക്കി, അതേപോലെ തന്നെ പത്തനംതിട്ട, ഈ 4 ജില്ലകളിലാണ് 20,000-ൽ താഴെ അപേക്ഷകർ ഉള്ളതെന്ന് കാണാൻ കഴിയും. ഏതൊക്കെയാണ്? പത്തനംതിട്ടയിലും കാസർഗോഡും ഇടുക്കിയും വയനാടും, ഈ 4 ജില്ലകളിൽ മാത്രമാണ് അപേക്ഷകരുടെ എണ്ണം 20,000-ൽ താഴെയുള്ളത്. എല്ലാ പരീക്ഷകളിലും എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷനുകളിലും എന്നതുപോലെ റെക്കോർഡ് അപേക്ഷകരുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. 87,496 അപേക്ഷകരാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. തൊട്ടു പിന്നാലെ വരുമ്പോഴേക്കും കോഴിക്കോടും കൊല്ലവും ഒക്കെ ട്രെൻഡ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഏതൊരു അപേക്ഷ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഏതൊരു അപേക്ഷയുടെ തീയതി കഴിഞ്ഞും അപേക്ഷകരുടെ എണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. തെക്കൻ ജില്ലകൾ, വിശിഷ്യ തിരുവനന്തപുരം, കൊല്ലം പോലുള്ള തെക്കൻ ജില്ലകൾ, മലപ്പുറം, കോഴിക്കോട് പോലുള്ള വടക്കൻ ജില്ലകളിലും അപേക്ഷകരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഒരു വർധനവുണ്ട്. ആ ട്രെൻഡ് ഇത്തവണയും നമുക്ക് എല്ലാ പരീക്ഷകളിലും, എല്ലാ അപേക്ഷകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷകരുടെ എണ്ണത്തിലും നമുക്ക് ആ ഒരു ട്രെൻഡ്, ആ ഒരു നോർമൽ ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 53,000-ലധികം അപേക്ഷകർ വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പറഞ്ഞു 87,000-ലധികം അപേക്ഷകരുണ്ടെന്ന് കാണാം. കൊല്ലത്തും 50,000-ന് പുറത്ത് അപേക്ഷകരുണ്ട്. എനിക്ക് തോന്നുന്നു അപേക്ഷകരുടെ എണ്ണം 50,000-ൽ കടന്നിട്ടുള്ള ആ ഒരു 3 ജില്ലകള് കൊല്ലവും കോഴിക്കോടും തിരുവനന്തപുരവും മാത്രമാണ്. ബാക്കിയുള്ള നമ്മൾ ആലപ്പുഴ ജില്ലയായിക്കോട്ടെ, മലപ്പുറം, അതേപോലെ പാലക്കാട്, എറണാകുളം തുടങ്ങിയിട്ടുള്ള ജില്ലകളിലൊക്കെ 30,000-ന് പുറത്ത്. അതില് എറണാകുളം, അതേപോലെ തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലൊക്കെ 40,000-ന് പുറത്ത് അപേക്ഷകരുണ്ട്. തൃശൂർ, ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള തുടങ്ങിയ ജില്ലകളിൽ 30,000-ന് പുറത്തും അപേക്ഷകരുടെ എണ്ണം പോയിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് അല്ലെ, നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ട്രെൻഡ് ഇവിടെയും തുടർന്നു പോകുന്നുണ്ട് എന്ന് കാണാം. അപ്പോ
എന്തുകൊണ്ട് നമ്മൾ ഈ അപേക്ഷകരുടെ എണ്ണത്തെ ഇങ്ങനെ എടുത്ത് അനലൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്ന ജില്ല ഏത് എന്നുള്ളത് അവിടെ ഒരു ചോദ്യമാണ് അല്ലെ. എന്റെ കൂടെ എത്ര പേർ മത്സരിക്കാനുണ്ട്? ഇപ്പൊ തിരുവനന്തപുരത്ത് അപേക്ഷിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 87,496 പേരിൽ ഒരാൾ നിങ്ങളാണ്. ബാക്കി 87,495 പേർ നിങ്ങളോടൊപ്പം മത്സരിക്കാനുണ്ട് എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസരങ്ങൾ എന്താണ്, നമുക്ക് മാത്രമുള്ളതാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. നമ്മുടെ കൂടെ ഓടാൻ ഒരുപാട് പേരുണ്ടെന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു കരുതൽ, ഒരു ഭയത്തെക്കാൾ അധികം ഒരു കരുതൽ നമുക്കുണ്ടാകണം. ആ കരുതലിന്റെ പിന്നിൽ നിന്ന് വേണം, അല്ലെങ്കിൽ കരുതലിന്റെ പുറത്ത് നിന്ന് വേണം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാൻ. ഈ അപേക്ഷകരുടെ എണ്ണം ഒന്നും നമ്മളെ പേടിപ്പിക്കുന്നതാവരുത്. പകരം നമ്മുടെ ആത്മവിശ്വാസത്തെ കൂട്ടുന്നതും നമ്മുടെ ആ ഒരു പ്രയത്നം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ആ പരിശീലനത്തെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുമാകണം. എന്റെ കൂടെ ഇത്ര പേര് ഓടുന്നുണ്ട്, എനിക്ക് കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ ഒരൊഴിവാണെങ്കിൽ ഒരൊഴിവ് അത് എനിക്കുള്ളതാണ് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിങ്ങനെ ജില്ല തിരിച്ചു പറയുകയാണെങ്കിലും സംസ്ഥാനം ഒട്ടുക്ക് 5 ലക്ഷത്തിലധികം പേരാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. നമ്മളിനി എത്ര നെഗറ്റീവ് പറഞ്ഞാലും, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം ലഭിച്ചു, അതില് കൂടുതലോ കുറവോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണം അല്ലെ, നമ്മളെ പോലെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും എന്നുള്ള സത്യം യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി കടുത്ത പരിശ്രമം നമുക്ക് വേണം അല്ലെ. ഇപ്പോ എന്തായാലും നമ്മൾ അപേക്ഷിച്ചു, എന്തായാലും വരാനുള്ളത് വന്നു അല്ലെ. നമ്മൾ അപേക്ഷിച്ചു, അപേക്ഷകരുടെ എണ്ണവും നമ്മൾ കണ്ടു, ഞെട്ടിത്തെറിച്ച് നിൽപ്പുണ്ട്. ഇനി നമുക്കുള്ളത് 5-6 മാസങ്ങൾ മാത്രം അല്ലെ. ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലായിരിക്കും പരീക്ഷ എന്ന് മറ്റേ നമ്മുടെ വാർഷിക കലണ്ടർ അല്ലെ, നമ്മുടെ PSCയുടെ പരീക്ഷാ വാർഷിക കലണ്ടർ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മുമ്പിലുള്ളത്, ഇപ്പൊ ഫെബ്രുവരി ആയി കഴിഞ്ഞു, ഇനി മുമ്പിലുള്ളത് 5-6 മാസങ്ങൾ മാത്രം. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം, ക്രമീകൃതമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം. അതുപോലെ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു മെന്റർ ഉണ്ടാകണം. എപ്പോഴും നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് സപ്പോർട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് നിങ്ങൾ നിന്ന് പഠിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അല്ലെ. കുറെ അധികം പേർക്കെങ്കിലും ഇപ്പോ ആദ്യമായിട്ട് PSC രംഗത്തേക്ക് വരുന്ന ഒരാളിനെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ പഠിച്ചു കുറെ അധികമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും, ഇനി ഏത് കാറ്റഗറി പെട്ടവരാണെങ്കിലും ഇത്തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകും. എനിക്ക് എന്താണ്, ഇത്രയും കാലം ഞാൻ പഠിച്ചു, എനിക്ക് അതിൽ നിന്നൊക്കെ, എന്നിട്ട് ഞാൻ ഒരു ലിസ്റ്റിൽ എത്തപ്പെട്ടില്ല, അല്ലെങ്കിൽ എത്തപ്പെട്ടതിൽ നിന്ന് എനിക്ക് നിയമനം ലഭിച്ചില്ല, എന്റെ റാങ്ക് പിന്നിലായി പോയി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ ഉണ്ടാകും. അപ്പോ അവർക്കൊക്കെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും നല്ലൊരു ഗൈഡൻസ് എനിക്ക് എവിടെ നിന്നെങ്കിലും കിട്ടണം. എന്റെ പഠന രീതിയിൽ എവിടൊക്കെയോ പാളിച്ചകൾ പറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ ആ പാളിച്ചകൾ എനിക്കതൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള എന്റെ ഒരു പഠന വഴികൾ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ഗൈഡൻസോടുകൂടി, മെന്റർഷിപ്പോടുകൂടി, 24/7 അസിസ്റ്റൻസോടുകൂടി ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, അതും പ്രിന്റബിൾ ആയിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും പുതിയ ബാച്ച് സൂപ്പർ നോട്ട്സിൽ ആരംഭിക്കുകയാണ്. സൂപ്പർ നോട്ട്സിന്റെ അക്ഷയം 2025 അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് മാത്രമായി നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന ഒരു ബാച്ച്. 10ാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ട് മറ്റുള്ള ജനറൽ PSC പരീക്ഷകളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിച്ച് പോകാതെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി മാത്രമായിട്ട് സൂപ്പർ നോട്ട്സ് ഒരു ബാച്ച് ഒരുക്കുന്നു. ഈ 5 ലക്ഷത്തിലധികം വരുന്ന അപേക്ഷകരോടൊപ്പം മത്സരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് മാത്രമായ ഒരു ബാച്ച് അക്ഷയം 2025 ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഉടൻ തന്നെ ആരംഭിക്കുന്നു. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ, ഞാൻ നിങ്ങൾക്ക് കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ മെന്റർഷിപ്പോട് കൂടി, എല്ലാവിധ അസിസ്റ്റൻസോടും കൂടി, നിങ്ങൾ തളർന്നു പോകുന്ന അവസരങ്ങളിലെ മോട്ടിവേഷണൽ സെഷൻസോട് കൂടി, NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ കീറി മുറിച്ച് പരിശോധിച്ചുകൊണ്ടുള്ള ഏറ്റവും ക്വാളിറ്റി കണ്ടന്റോട് കൂടിയിട്ടുള്ള അടിപൊളി കോഴ്സാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അക്ഷയം 2025 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വൈകിക്കേണ്ട ആവശ്യമില്ല, മറക്കരുത്. 5 ലക്ഷത്തിലധികം അപേക്ഷകരാണുള്ളത്. കൂടെ ഓടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഓരോ ജില്ലയിലും അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ്. മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. പഠിച്ചു തുടങ്ങാനുള്ള അവസരമാണിത്. കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണിത്. 2026 നമ്മളൊരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ളത് നമ്മുടെ മാത്രം ആഗ്രഹമാണ്. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. തള്ളിപ്പറഞ്ഞവർക്കും നമ്മളെ മാറ്റി നിർത്തിയവരുടെ ഒക്കെ മുന്നിൽ അഭിമാനത്തോടുകൂടി അടുത്ത വർഷം കയ്യിൽ ഒരു അഡ്വൈസുമായിട്ട്, കഴുത്തിലൊരു നീല ടാഗുമായിട്ട് നമ്മൾ പോയി നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഞങ്ങളുണ്ടാകും. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ട്
നമ്മുടെ നമ്പർ ആയിട്ടുള്ള 8281223366 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. സമയം ഒരു നിമിഷം പോലും കളയാതെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അടുത്ത വർഷം നമ്മൾ ഒരു സർക്കാർ സർവീസിൽ ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും പരീക്ഷാ സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻസും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഈ ചാനൽ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം ചാനൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള അപ്ഡേഷൻസ് ഒക്കെ തന്നുകൊണ്ടേയിരിക്കും. അതേപോലെ ഫ്രീ മെറ്റീരിയൽസും ഒക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിനെ നിങ്ങൾക്ക് സമീപിക്കാം. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ സെഷനിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.